ഇന്ന് നമ്മുടെ യാത്ര ഷൊർണൂർ ടു ജയ്പൂരാണ് കൂട്ടുകാരെ. അപ്പൊ അച്ഛനും അനിയനും കൂടി എന്നെ കാറിൽ ഒറ്റപ്പാലം മുതൽ ഷൊർണൂർ വരെ ഡ്രൈവ് ചെയ്ത് അവിടെ നിന്നുള്ള ട്രെയിനിൽ കയറ്റി അയക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ നാട് മിസ് ചെയ്യുന്നതിന്റെ ഒരു വിഷമം മനസ്സിലുണ്ട്. നമ്മുടെ പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും. നമ്മളപ്പോൾ ഏകദേശം ഒരു 4:30 ആകുമ്പോൾ ഷൊർണൂർ എത്തി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മനോഹരമായി നവീകരിച്ചിട്ടുണ്ട്. അമൃത് ഭാരത് സ്കീമിലാണ് ഇത് നവീകരണം നടത്തുന്നത്. അനിയൻ അവിടെ എത്തിയൊരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു അച്ഛനും അനിയനും വേണ്ടിയിട്ട്. ഇനി വല്ല ടിടിമാരും വന്ന് പിടിക്കണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു. 4:30 എത്തി. 5 മണിക്കാണ് ട്രെയിന്. ഷൊർണൂരിൽ നിന്ന് സൂറത്തേക്ക് പോണ ട്രെയിനാണ്. സൂറത്ത് നിന്ന് പിന്നെ വേറൊരു ട്രെയിനാണ് ജയ്പൂരിലേക്കുള്ളത്. നമ്മളൊരു ഹാഫ് ആൻ അവർ ബിഫോർ എത്തിയതുകൊണ്ട് കൺവീനിയന്റ് ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാനും പ്ലാറ്റ്ഫോമിലെല്ലാം കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാനും പറ്റി. നമ്മുടെ ട്രെയിൻ എത്തിയത് 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ടോട്ടൽ 7 പ്ലാറ്റ്ഫോം ഉണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ. ബ്രിഡ്ജിന്റെ മേലക്കൂടെ നോക്കുമ്പോൾ ഭയങ്കര മനോഹരമായൊരു ബ്യൂട്ടിയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. അച്ഛൻ്റെ അടുത്തും അനിയൻ്റെ അടുത്തും ബൈ ബൈ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് യാത്ര തുടങ്ങി. നമ്മുടെ കൊങ്കൺ വഴിയായിരുന്നു പോകണ്ടായിരുന്നത്. അന്ന് രാത്രി കിടന്നുറങ്ങി രാവിലെ എണീച്ച് നോക്കുമ്പോഴേക്ക് ഏകദേശം മഡ്ഗാവെല്ലാം കഴിഞ്ഞ്, ഗോവ കഴിഞ്ഞ്, രത്നാഗിരി എല്ലാം കഴിഞ്ഞ് മഹാരാഷ്ട്ര ബോർഡർ ടച്ച് ആവാൻ തുടങ്ങി. ഈ കൊങ്കൺ റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ടണലുകൾ. ഏകദേശം കുറേ ടണൽ പാസ് ചെയ്തിട്ടാണ് ഈ ട്രെയിനുകൾ പോകുന്നത് ആ വഴി. 16-ാം തീയതിയാണ് ഞാൻ ട്രെയിൻ കയറിയത്. അപ്പോൾ 17-ാം തീയതി ഈവനിങ് ആകുമ്പോൾ സൂറത്ത് എത്താനായി. സൂറത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുജറാത്തിലാണ്. അവിടെ അത്ര വൃത്തിയൊന്നുമില്ല എങ്കിലും റോഡ്വേസ് എല്ലാം കുറച്ച് ഡെവലപ്ഡാണ്. ഈ വൃത്തിഹീനമായ സ്ഥലം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി സൂറത്ത് എത്തിയെന്ന്. 6:30ക്കാണ് അവിടെ നിന്നുള്ള ട്രെയിന്. ഭയങ്കര ചൂടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൻ്റെ അത്ര ഹ്യൂമിഡിറ്റി ഇല്ല, ചൂട് കൂടുതലാണ്. ബട്ട് ഹ്യൂമിഡിറ്റി ഒബ്വിയസ്ലി കമ്മിയാണ്. സൂറത്തിലുള്ള ട്രെയിൻ ഏകദേശം ഒരു 8:30 ആകുമ്പോൾ പ്ലാറ്റ്ഫോമിൽ എത്തി. ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരുടെ അടുത്തും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഒരു ഉറക്കം പാസ്സായി. രാവിലെ ആകുമ്പോൾ തന്നെ ഏകദേശം ജയ്പൂരിൻ്റെ അടുത്ത സ്റ്റേഷനായ ദുർഗാപൂർ എത്തിക്കഴിഞ്ഞു. പിന്നെ ജയ്പൂർ എത്താൻ കുറച്ച് നേരങ്ങൾ മാത്രം. സീ യു അഗൈൻ, ബൈ.